ദിവസത്തിന് അതൊക്കെ പുറത്തിറങ്ങി ഇപ്പോൾ വിഷം വേസ്റ്റൊക്കെ തപ്പി പിടിക്കുന്നില്ല. എവിടെയാണെന്ന് അറിയാൻ വായിക്കാനും കിട്ടണില്ല. നോക്കട്ടെ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു യാത്രാ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വരുന്ന വീഡിയോ നമ്മൾ എവിടെയാണ് വന്നതെന്ന് വെച്ചാൽ അതിനുള്ള വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തെ പണ്ടൊക്കെ നിന്ന് വീഡിയോ ഫ്രഷായി എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. പോയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഞാൻ അവിടെ വന്നുള്ളത് കാണിച്ചു കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഈ സൈഡിലാട്ടോ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നടക്കണം. വെയിലാണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കണം. ഫ്രീ കാണാൻ രസമല്ലേ. നമുക്കിവിടെ ഇല കിട്ടും. ഇലയിലാണ് നല്ല പൈസ. ബഡ്ജറ്റും നോക്കണം. നല്ല പൈസ ബഡ്ജറ്റ് കൂട്ടി കിട്ടും. നമ്മൾ ബസ് കയറിയിട്ട് ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പറഞ്ഞത് ഇവിടെ വന്ന് ഇറങ്ങണം. ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ എന്നാണ് പറഞ്ഞ്. അത് അന്വേഷിക്കണം. ഇങ്ങനെ പോയിട്ടുണ്ട്. ഓ സെറ്റ് തോന്നിപ്പി ഗൂഗിൾ മാപ്പ് നോക്കണം. ഇപ്പോൾ ഇത് നടക്കില്ല. ഇവരോട് പറഞ്ഞാൽ ചിലത് മനസ്സിലാവും, ചിലത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് തന്നെ ശരണം. ഓൾഡ് ബസ് സ്റ്റാൻഡാണ്. എന്തുകൊണ്ടാണ് ആ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞല്ലോ. കുറച്ച് നടക്കണം. നമ്മൾ ഓട്ടോ കിട്ടും, പക്ഷെ ഇവിടെ നിന്ന് കിട്ടൂല. ഇവിടെ നല്ല റേറ്റാണ് പറയണത് എല്ലാവരും പറഞ്ഞു. നമുക്ക് വേറെ എവിടെ നിന്നൊക്കെ നോക്കാം. മുമ്പോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ കുറച്ച് നടന്നതെന്ന് പറഞ്ഞു. 60 മീറ്റർ ഉള്ളൂ നടന്നെത്തണം. സ്പോൺ കഴിക്കാണ്ട നല്ല രസമുണ്ട്. സെറ്റ് സാധനമൊക്കെ ഇത് ഫുള്ള് സെറ്റാട്ടോ. ഒരേ ഡിസൈൻ ഒരു സാധനം നല്ല രസമുണ്ട്. വെയിലാണ് സഹിക്കാനുണ്ട്. നല്ല വെയിലുണ്ട്. അകത്ത് പിടിക്കാൻ പറ്റില്ല. അവിടെ ആൾക്കാരൊക്കെ വിചിത്രമായിട്ടാണ് നോക്കണേ. അത് പിന്നെ അകത്ത് പിടിച്ചെടുക്കാത്ത. നിങ്ങൾ വരുന്നത് മാക്സിമം മാസ്ക് യൂസ് ചെയ്യുക. കാരണം നമുക്ക് ഭയങ്കര മണം, ഭയങ്കര സ്മെല്ലടിക്കുന്നു. സ്മെല്ലും മാനേജ്മെൻറ്റ് സാധനം പറഞ്ഞ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. റോഡിലേക്ക് ഹെൽമെറ്റിലെ ഫോൺ വെച്ചുകൊണ്ട് കിളിയൊക്കെ പോയാലാണ് ആൾക്കാർ കിടക്കുന്നത്. എന്താക്കാനാ, നടന്നു നോക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഏരിയയാണ്. ഇപ്പം നല്ല രസമുള്ള ഏരിയസാണ്. പക്ഷേ വെയിൽ മാത്രം ചതിച്ചു. വെയിലല്ല വില. ഈ സൈഡൊന്നും കാണിക്കാനൊന്നുമില്ല. പൈസ ഞാൻ ഒന്നും എടുക്കാത്ത. നമുക്ക് അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോയാൽ മതി എന്നോട്. നമ്മൾ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോയത് അടുത്ത് നടക്കേണ്ടി വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കുറച്ച് നടന്നായിരുന്നു. എന്നിപ്പോൾ നടന്നു കിടന്നു. ഇപ്പോൾ അവിടെ ഇരുന്നു നടക്കണോണ്ടല്ലോ. നമുക്ക് വെയിൽ കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത. പിന്നെ നോക്കണം എന്തെങ്കിലും പകുതി നടത്തത്. കുറച്ചുകൂടി നടന്ന് നോക്കാം. നമുക്ക് വേറെ ഇല്ലെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിരിക്കും. വേറൊന്നും കാണിക്കാനൊന്നുമില്ല. അത് വരെ ഞാൻ കാണിക്കാൻ നമ്മൾ സംവിധാനം തനതായ രീതിയാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കണ്ടിട്ടാണ് തോന്നണേ. തെറ്റാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു. നല്ല രസമുണ്ട്. പക്ഷേ അത് എന്തിൻ്റെ ഫ്ലാഗാണെന്നൊന്നും എനിക്കറിയില്ല. അത് ഞാൻ ജസ്റ്റ് കണ്ടു കൊടുക്കണം. നല്ല രസമുണ്ട്. എന്തായാലും കാണാൻ. നമ്മൾ അടുത്തെത്തിന്ന് തോന്നുന്നു. നോക്കട്ടെ. തഞ്ചാവൂർ ആർട്ടെന്നൊക്കെ പറഞ്ഞു കുറേ കാണുന്നുണ്ട്. കുറച്ച് പേരോടെ ഉള്ളൂ എന്നാണ് അത് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഹെഡ്ഫോൺ വെച്ചിട്ടില്ല. എൻ്റെ മൈക്കും ഈ ഫോണിൽ എടുക്കുന്നില്ല. എന്താണെന്ന് അറിയില്ല. മൈക്ക് എടുക്കുന്നില്ല. ഞാൻ മൈക്ക് വീട്ടിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടും പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ മൈക്ക് ഒഴിവാക്കി. ഇവിടെയാണ്. നമുക്ക് പോയി നോക്കാം. ഇത് തന്നെ കിട്ടി. നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. ഗൂഗിൾ മാപ്പ് നഗറിൽ ഇതായിരിക്കും വഴി. ചോദിച്ചു നോക്കണം. ഇവിടെ കുറേ ഗവൺമെൻറ് ഇത് തന്നെയാണോ എന്നറിയില്ല. നോക്കി നോക്കട്ടെ.
നല്ല രസമുണ്ട് ചുമർ ചിത്രങ്ങളൊക്കെ കാണാൻ. ഇവിടെ ഉള്ളവരൊക്കെ എന്തോ പറ്റിയെന്ന് പറഞ്ഞു. നമ്മളെ പുറമേ നിന്ന് കണ്ടിട്ടുള്ളതാണ്. എന്തോ പോലെ ആൾക്കാർ വീട് സംസാരിക്കുന്നുണ്ട്. അറിയില്ല. ഇവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റ് ഒരേ നോക്കി നോക്കട്ടെ. പിന്നെ നേരെ നേരെ പോയുന്നുണ്ട്. ഊർമാപ്പി പറഞ്ഞ എല്ലാവരും പോകണം. എന്താ സീൻ? പോയി നോക്കട്ടെ. എൻ്റെ അമ്മ, എൻ്റെ അകത്ത് വീഡിയോ എടുക്കൽ കിടക്കൂല, ഇതൊക്കെ കിടക്കുള്ളൂ. നമ്മുടെ മ്യൂസിയത്തിലാണ് തഞ്ചാവൂർ പാലസിൻ്റെ അകത്ത് മ്യൂസിയം. എക്സ്ട്രാ പൈസയാണ്. നൈസായിരുന്നു കേട്ടോ. എന്താ പറയുക, മറാത്തീസ് യൂസ് ചെയ്ത സാധനങ്ങളാണെന്നാണ് പറഞ്ഞത്. തമിഴ്നാട് മനസ്സിലാവണില്ല കുറേയൊന്നും. ഞാൻ കാണിച്ചു തരാം. മൊത്തം നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല. പെട്ടെന്നൊക്കെ ഷൂട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്നാ ഈ സാധനം കണ്ടപ്പോൾ എന്താ പെട്ടെന്ന് മറ്റേ ഈ തീപ്പന്തം കൊളുത്തണത്തെ സാധനം പോലെ നമ്മുടെ റേസിലൊക്കെ കൊളുത്തണം ആ ടൈപ്പ് സാധനം ഇട്ട് തോന്നി പെട്ടെന്ന്. ഞാൻ അടുത്ത് ഇവിടെയൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ. ഇത് ഫുൾ ആർട്ട് ഗാലറി അങ്ങനത്തെ സാധനങ്ങളാണ്. ഇവിടെ വലിയതായിട്ട് ഇത് എന്താ പറയുക, ഇവിടെ കാണേണ്ടത് ഈ ഹിസ്റ്ററി ആയിട്ട് താല്പര്യമുള്ള ആൾക്കാർ വന്നാലാണ് ഇവിടെ കണ്ടിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കണ്ടിട്ട് കാര്യമില്ല. ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇവിടെ ജ്യൂസും കാര്യമുള്ള അങ്ങോട്ട് കിട്ടും. നല്ല രസമുണ്ട് അവിടെ. നല്ല ക്ലൈമറ്റ്. നല്ല ചൂടാകാൻ ഉള്ളിൽ ഫാൻ പോലും ഇട്ടുള്ള അവര്. എന്ത് സ്റ്റാച്ചു കൊണ്ട് ഞാൻ പോകുമ്പോൾ കാണിച്ചു കേട്ടോ. ഇതൊരു സ്കിൽ മ്യൂസിയം ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഒത്തിരി എടുക്കാൻ വല്ല റിസ്ക്കാണ് അത്. ഈ ആട്ടുകാരുടെ ഉള്ളിൽ വന്നാ വാട്ടർ മീൻസ് എന്ത് രസമാണെന്നൊരു കിട്ടിയില്ല സ്ഥലം. ഞാനായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ മൈസൂർ പാലസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മൈസൂർ പാലസിൽ നമ്മൾ നേരെ ഇറങ്ങും. നേരെ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ച് നടക്കും. കുറച്ച് നടക്കുമ്പോൾ ഒരു ഗ്രീൻ ബിൽഡിംഗ് ഉണ്ട്. ഗ്രീൻ ബിൽഡിംഗ് അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ്. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഏഷ്യൻ ക്ലിക്ക് അങ്ങനെ സാധനമുണ്ട്. അത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല. അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് പോലത്തെ ഏഷ്യൻ ക്ലിനിക്ക് അങ്ങനെ ക്ലിനിക്ക് ഉണ്ട്. ആ ക്ലിനിക്കിൻ്റെ അവിടെ നിന്ന് തൊട്ട് മുമ്പിലേക്ക് ഒരു 100 മീറ്റർ, ഈ 10 മാക്സിമം ഒരു 100 മീറ്റർ നടന്നു കഴിയുമ്പോൾ ഒരു ഷീറ്റൊക്കെ ഇട്ടൊരു ഏരിയ ഉണ്ട്. ഷീറ്റ് ഇട്ടിട്ട് ഒരു ഇച്ചിരി അകത്തേക്ക് കയറിയിരിക്കുന്ന ഏരിയ. അതിൻ്റെ അകത്താണ് വീണ ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാർ റീൽസിൽ പറയുന്നുണ്ട്. ബട്ട് അത് ആരും കാണിച്ചു തരുന്നില്ല. അപ്പോൾ ആ ഒരു ഏരിയ ആണ്. നിങ്ങളതൊന്ന് നോക്ക്. ഞാനൊരു വീടിന് കുറേശ്ശേ ക്ലിപ്പുള്ളൂ. അത് നമ്മളൊരു 5-10 സെക്കൻഡൊക്കെ ക്ലിപ്പുള്ളൂ. അവർ ഫുഡ് കഴിക്കാൻ പോയിക്കും. ഇപ്പം ഉള്ള ഇത് വെച്ച് നമുക്ക് ഒത്തിരി നേരം എടുക്കാനും പറ്റും. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഒത്തിരി നേരം എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കും ഫുഡ് കഴിക്കാൻ പോകണം. അതുകൊണ്ട് കുറച്ച് ക്ലിപ്പുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടോ? സ്പെയിനുണ്ടാകുന്ന സ്ഥലം കാണാവുന്ന നമ്മൾ പിന്നെ വീടുണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഉച്ച കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. ഫുഡൊന്നും നല്ല ഫുഡെന്ന് പറയാൻ പറ്റില്ല, എക്സ്പെൻസീവ് ആണ്. ബട്ട് നമുക്കത് അങ്ങനെ പിടിച്ചില്ല. ഞാൻ അവിടെ പരിചയപ്പെട്ട എല്ലാവരും എന്നോട് പറഞ്ഞു ഫുഡ് മോശമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ബാക്കിയൊന്നും കുഴപ്പമില്ല. ബട്ട് നല്ല എക്സ്പെൻസീവ് ആണ്. ഫുഡും മോശമാണ്. റീൽസിൽ കണ്ടുകൊണ്ട് ഒരു ദിവസത്തേക്ക് 1500 രൂപയൊക്കെ വെച്ച് നമുക്ക് പോയി വരാൻ പറ്റും. ബട്ട് 1-2 ദിവസത്തേക്കാണെങ്കിൽ നമുക്ക് എടുക്കില്ല. 1-2 സ്ഥലങ്ങൾക്ക് മാത്രം പോവുകയാണെങ്കിൽ മാത്രം അങ്ങനത്തെ സംഭവങ്ങൾ നടക്കില്ല. നമുക്ക് 1500 രൂപയ്ക്ക് 1600 രൂപയ്ക്ക് 2000 രൂപയ്ക്കൊന്നും പോയി വരില്ല. പോയി വരാൻ പറ്റത്തില്ല കേട്ടോ. ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് നിർത്തുകയാണ്. നമ്മൾ അടുത്തായിട്ട് എടുക്കുന്നത് നമ്മൾ തഞ്ചാവൂർ ടെമ്പിളിൽ പോയിട്ടുണ്ടായി. ടെമ്പിളിൽ ചെറിയ ഷോർട്സാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട്
എന്നാൽ നമ്മൾ ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്തും. അതൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ഓക്കെ.